നമസ്കാരം. മുടി നീട്ടി വളർത്തിയതുകൊണ്ട് ഋഷി എസ് കുമാറിന് കിട്ടിയ ഓമനപ്പേരായിരുന്നു മുടിയൻ. ഉപ്പും മുളകും എന്ന ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്ത പരമ്പരയിലൂടെയാണ് മുടിയൻ എന്ന ഋഷി മലയാളികൾക്ക് സുപരിചിതനാകുന്നത്. ആ കുടുംബത്തിലെ മൂത്ത അംഗം, അതായത് അച്ഛൻ്റെയും അമ്മയുടെയും മൂത്ത മകനായിട്ടായിരുന്നു ഋഷി എന്ന മുടിയൻ പ്രത്യക്ഷപ്പെട്ടത്. മുടി നീട്ടി വളർത്തി സദാസമയവും നൃത്തവുമായി നടക്കുന്ന മുടിയനെ മലയാളികൾ വളരെ പെട്ടെന്ന് തന്നെ സ്വീകരിക്കുകയായിരുന്നു. എന്നാൽ ഇടയ്ക്ക് വെച്ച് ഉപ്പും മുളകുമായി തെറ്റി അതിൽ നിന്നും പിന്മാറിയ മുടിയനെ പിന്നീട് ആളുകൾ കാണുന്നത് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ്. നല്ലവനായ ഉണ്ണി എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെയായിരുന്നു ബിഗ് ബോസിൽ ഋഷി അല്ലെങ്കിൽ മുടിയൻ. വളരെ നല്ലവനായ, സത്യസന്ധനായ, നിഷ്കളങ്കനായ, ചെറിയ കാര്യങ്ങൾക്ക് പ്രകോപിതനാവുകയും വളരെ ചെറിയ കാര്യങ്ങൾക്ക് സങ്കടം കരഞ്ഞു തീർക്കുകയും ഒക്കെ ചെയ്യുന്ന മുടിയനെ മലയാളികൾ വളരെ സ്നേഹിച്ചു. അതുകൊണ്ട് തന്നെ അവസാന നാളുകൾ വരെ, അതായത് ബിഗ് ബോസിൻ്റെ അവസാന ദിവസം വരെയൊക്കെ ബിഗ് ബോസിൽ പിടിച്ചു നിൽക്കാൻ മുടിയന് കഴിയുകയും ചെയ്തു. മുടിയൻ്റെ കുടുംബവിശേഷങ്ങൾ അറിയുവാൻ മലയാളികൾക്ക് വലിയ താല്പര്യമായിരുന്നു. അപ്പോൾ ബിഗ് ബോസിൽ വെച്ചാണ് മുടിയൻ്റെ അമ്മയെ മലയാളികൾ കാണുന്നത്. മുടിയനും അമ്മയുമായിട്ടുള്ള സ്നേഹം, മുടിയനും സഹോദരനുമായിട്ടുള്ള സ്നേഹം അന്നേ മലയാളികൾ തിരിച്ചറിഞ്ഞതാണ്. അത്രമാത്രം സ്നേഹിക്കാൻ കഴിവുള്ള, വലിയ ആത്മാർത്ഥമായി സ്നേഹം പ്രകടിപ്പിക്കുന്ന മുടിയൻ, അമ്മ എന്ന് വെച്ചാൽ മുടിയന് ജീവനാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴിതാ മുടിയൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് മുടിയൻ തൻ്റെ കാമുകിയെക്കുറിച്ചുള്ള ഒരു പൂർണ്ണ വീഡിയോ പ്രദർശിപ്പിച്ചത്. അതിനകത്ത് എന്നാൽ കാമുകിയുടെ മുഖം അനാവരണം ചെയ്തുകൊണ്ടായിരുന്നു മുടിയൻ വന്നതെങ്കിലും അത് ഏറെ നാളുകളായി, ഏകദേശം 6-7 വർഷമായിട്ട് തൻ്റെ കാമുകിയായ ഡോക്ടർ ഐശ്വര്യ ഉണ്ണിയെ തന്നെയാണ് എന്ന് മലയാളി പ്രേക്ഷകർ വളരെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. അതിന് പിന്നാലെ മുടിയൻ്റെ തന്നെ ചാനലിലൂടെ പ്രപ്പോസ് ചെയ്യുന്ന, അതായത് ഈ ഡോക്ടർ ഐശ്വര്യ എന്ന തൻ്റെ കാമുകിയെ മുടിയൻ പ്രപ്പോസ് ചെയ്യുന്ന ഒരു രംഗം കൂടി കാണിച്ചിട്ടുണ്ട്. അത് അമ്മയുടെ അനുവാദം വാങ്ങിയ ശേഷമാണ് ഈ ഐശ്വര്യയെ മുടിയൻ പ്രപ്പോസ് ചെയ്യുന്നത്. ഇത് ചിലപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ, അല്ലെങ്കിൽ കേരളത്തിലെ ഒരു ആദ്യ സംഭവമായിരിക്കാം. അമ്മയുടെ സമ്മതം വാങ്ങി, അമ്മയുടെ അനുമതി വാങ്ങി ഒരാൾ കാമുകിയെ പ്രപ്പോസ് ചെയ്യുന്നത്. എന്തായാലും മുടിയൻ അക്കാര്യത്തിലും ഒരു ചരിത്രം സൃഷ്ടിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. അതുപോലെ മുടിയനെ ഇഷ്ടമായതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ആ വീഡിയോ വൈറലാവുകയും ചെയ്തു. എന്തായാലും മുടിയൻ്റെ നിഷ്കളങ്കമായ സ്നേഹവും അതുപോലെ തന്നെ അമ്മയോടുള്ള സ്നേഹവും കാമുകിയോടുള്ള സ്നേഹവും ഒക്കെ മലയാളികൾ വളരെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. മുടിയന് വലിയ തോതിലുള്ള സന്തോഷം നിറഞ്ഞ ഒരു കുടുംബജീവിതം മലയാളികൾ ആശംസിച്ചു. ആ കൂടെ നമ്മളും ആശംസിക്കുകയാണ്. മുടിയന് ഒരു സമ്പൽ സമൃദ്ധമായ, ഐശ്വര്യപൂർണ്ണമായ, സന്തോഷകരമായ ഒരു കുടുംബജീവിതം ഉണ്ടാകട്ടെ.